ഹലോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മളിന്ന് എക്കോ പ്രിൻറ്റിങ്ങും ട്രൈ ചെയ്യുന്നുണ്ട്, ലീഫ് സ്റ്റാമ്പിങ്ങും കാണിക്കുന്നുണ്ട്. അതായത് ബൊട്ടാണിക്കൽ സ്റ്റാമ്പിങ്ങും കാണിക്കുന്നുണ്ട്, അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടുള്ളത്. അതല്ലാതെ ബൊട്ടാണിക്കൽ പ്രിൻറ്റിങ്, അതായത് നമ്മൾ ഈ ഇലകളുടെയും പൂക്കളുടെയൊക്കെ കളർ യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യുന്നത് ഒന്ന് പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പരീക്ഷണം വിജയിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ പ്രോസസ്സ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇലകൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വയലറ്റ് ഷെയ്ഡിലുള്ള പൂവ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വേലിയിലൊക്കെ കാണുന്നൊരു പൂവാണെങ്കിൽ എനിക്കിതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഇലയും പൂവൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തുണി വേണം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേപ്പർ വേണം. അപ്പോൾ ഞാനൊരു വുഡൻ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിതിൽ ഈ ഒരു ഫ്ലവേഴ്സും ഇലകളൊക്കെ ഒന്നിങ്ങനെ ഇടിച്ച് കൊടുത്തിട്ട് ഹാമർ ചെയ്തിട്ട് അതിൻ്റെ കളറും പാറ്റേണും പിടിപ്പിക്കുകയാണ് ഈ ബൊട്ടാണിക്കൽ പ്രിൻറ്റിങ് അല്ലെങ്കിൽ എക്കോ പ്രിൻറ്റിങ് എന്ന് പറയുന്ന മെത്തേഡ്. പക്ഷേ അതിന് മുന്നേ ഈ ക്ലോത്ത് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് കുറച്ച് വീഡിയോസിൽ കണ്ടു. അത് ബേക്കിംഗ് സോഡ, ആലം, വിനീഗർ, അങ്ങനെ പല പല മെത്തേഡ് കൊണ്ട് ഒന്നിൽ നിന്നും എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു സംഗതി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി ക്ലോത്തൊന്നും പ്രിപ്പയർ ചെയ്യാതെ ഇങ്ങനെ വെച്ച് ഇത് പ്രിൻറ്റിങ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ അത് ഡൈ ഫിക്സിലിട്ട് നോക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ അത്ര പ്രതീക്ഷയിലൊന്നുമല്ല, പക്ഷേ എനിവേ നമുക്ക് ഇങ്ങനെ ചെയ്താൽ എന്താവും അറിയണമല്ലോ. അപ്പോൾ അത് നോക്കാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട പോലെ. അതിൻ്റെ മീതെ ഞാൻ ഒരു പ്ലാസ്റ്റിക് പേപ്പർ, നിങ്ങളുടെ അടുത്തുള്ള ബട്ടർ പേപ്പറോ പ്ലാസ്റ്റിക് ഷീറ്റ് എന്തെങ്കിലും മീതെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കണം കേട്ടോ. വുഡൻ ഹാമർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പറന്ന ഒരു വുഡ് ബ്ലോക്ക് ആണെങ്കിലും മതി. ഇപ്പം ഞാൻ ഈ ചതയ്ക്കുന്ന കല്ലാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്, ഇവിടെ ഹാമറില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിതിങ്ങനെ അടിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റുമ്പോൾ അതിൻ്റെ കളർ, ആ ഫ്ലവറിൻ്റെ കളറ് നല്ല ഭംഗിയിൽ നമുക്കിതിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചതകല്ല് വെച്ചിട്ട് ഇങ്ങനെ ചതച്ച് കൊടുത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ കുത്തി ചതച്ച പോലത്തെ രീതിയിൽ ആ ഫ്ലവർ പാറ്റേൺ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഡ്രൈ ആവണം. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡൈ ഫിക്സ് ഞാൻ ഡൈ ചെയ്യുന്ന വീഡിയോസ്, അതായത് കദം കളർ വെച്ചിട്ട് ഡൈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയ ഡൈ ഫിക്സ് ഉണ്ട്. ഡൈ ഫിക്സ് എന്ന് പറഞ്ഞാൽ കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഞാനിത് കുറച്ച് നേരം, ഇപ്പോൾ 11:17 ആയിട്ടുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ സമയം കാണിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു ഡ്രൈ ആയ ഏകദേശം. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഒരു 4-10 മണിപ്പൂവും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്, അതും കൂടി ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ട് അതിൻ്റെ കളർ എങ്ങനെ വരും എന്നറിയാൻ വേണ്ടിയിട്ട് അതും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ചതകല്ല് മാറ്റിയിട്ട് നമ്മുടെ വുഡൻ ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുന്നത്തെ കൊല്ലം മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്. അത് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ ഇതിന് യൂസ് ചെയ്തു എന്ന് മാത്രം കേട്ടോ. എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഈ പൂവിൻ്റെ വേസ്റ്റൊക്കെ റിമൂവ് ചെയ്തപ്പോൾ ആ ഒരു ഓറഞ്ച് കളറും പിങ്ക് കളറും നല്ല രീതിയിൽ സ്റ്റെയിനായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു 10 മണിപ്പൂവിൻ്റെ കാര്യത്തിൽ തീരെ പ്രതീക്ഷയില്ല. കാരണം അതിൻ്റെ ഇതളുകളൊക്കെ ഭയങ്കര ഡെലിക്കേറ്റാണ്. പിന്നെ നമ്മൾ അതിങ്ങനെ തൊടുമ്പോൾ ഒരു ചെറിയൊരു വഴുവഴുപ്പുള്ള രീതിയിലാണ് കേട്ടോ ആ ഒരു കളർ അതും ഇരിക്കുന്നത്. എനിവേ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാൻ അഴയിലിട്ടിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഡൈ ഫിക്സ് സൊല്യൂഷനിലേക്ക് മാറ്റിയിടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഡേകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈ ഫിക്സ് സൊല്യൂഷൻ. ഒരു ചെറിയ പാക്കറ്റ് ഡൈക്ക് ഒപ്പം കിട്ടുന്ന ഒരു സൊല്യൂഷനാണ്. ഇതല്ലെങ്കിൽ കളർ ഗാർഡിലാണെങ്കിലും മുക്കിയാൽ മതിയാവും. പക്ഷെ ഇതിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ഞാനിത് നോക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 10-15 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഡൈ ഫിക്സിൻ്റെ നോർമൽ പ്രപ്പോർഷൻ, ഈ ഒരു പാക്കറ്റ് ഒരു 15 ലിറ്റർ വെള്ളത്തിലേക്കുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 15-20 മിനിറ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്ത സംഗതി ഇതിൽ മുക്കി വെക്കുക എന്നുള്ളതാണ്. കളർ ബ്ലീഡിങ് ഇല്ലാതിരിക്കാൻ, ആ കളറ് സസ്റ്റെയിൻ ചെയ്യാൻ. പക്ഷേ ഇത് ബൊട്ടാണിക്കൽ ഡൈ ആയതുകൊണ്ടും പിന്നെ നമ്മൾ തുണി നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഡൈയിങ്ങിന് വേണ്ടിയിട്ട് ക്ലോത്ത് പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടില്ല. ആ കോട്ടൺ ക്ലോത്ത് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്ത്. അതുകൊണ്ടും ആയിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ. നമുക്ക് ഇപ്പോൾ ഈ പൂവിൻ്റെ കളർ ഈ വയലറ്റായിട്ട് തന്നെ നിൽക്കുകയാണ്, പിന്നെ അത് ഫെയ്ഡ് ആവാതിരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു മെത്തേഡിൽ ഇത് സക്സസ്ഫുള്ളായിട്ട് വരിക കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ കൈ വെച്ച് ഇങ്ങനെ തിരുമ്മി നോക്കിയപ്പോൾ ഇതിൻ്റെ കളറൊന്നും പോകുന്നില്ല, ഫെയ്ഡ് ആവുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാനൊരു 20-25 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഈ കളറ് പോയിട്ട് ഗ്രീൻ കളറിന് വലിയ പ്രശ്നമില്ല, പക്ഷെ എന്നാലും വയലറ്റ് കളറ് ഓൾമോസ്റ്റ് നന്നായിട്ട് അതിൻ്റെ ഒരു ഭംഗി പോയിട്ടുണ്ട് കേട്ടോ.
എനിവേ ഞാനത് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഇത് വെറുതെ ഒരു സ്റ്റെയിൻ പോലെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ എന്തെങ്കിലും കറയായി കഴിഞ്ഞാൽ ഒരു കളറ് വരില്ലേ, ഓക്സിഡൈസ്ഡ് ആയിട്ടൊരു ആ ഒരു കളറിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അട്ടർ ഫെയിലിയറാണ്. നമ്മൾ ക്ലോത്ത് പ്രിപ്പയർ ചെയ്യാണ്ട് ഇത് ചെയ്തിട്ട് കാര്യമില്ല. മെത്തേഡും അപ്പോൾ ഇത് പ്രോപ്പർ മെത്തേഡ് അല്ല കേട്ടോ. പക്ഷേ നമുക്ക് ഈ ക്ലോത്ത് കളയാനായിട്ട് എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് ഇല പറിച്ചു വന്നു. ഇപ്പം നമ്മൾ ചെയ്യണത് ഫെയിലിയർ ആയിട്ടുള്ള മെത്തേഡല്ല, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അത് നമ്മൾ എന്താണ് സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത്, ലീഫ് സ്റ്റാമ്പിങ് അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ സ്റ്റാമ്പിങ്. അക്രിലിക് കളറ് നമുക്ക് ഏത് ലീഫാണോ അല്ലെങ്കിൽ ലീഫ് പ്രിൻറ്റിങ് എന്നൊക്കെ പറയുന്ന മെത്തേഡാണ് കേട്ടോ. നമ്മൾ ഒരു ഇല എടുത്തിട്ട് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഇലകൾ എടുക്കുക. അപ്പോൾ ഒരേ ഇല വെച്ചിട്ടാണെങ്കിൽ നമുക്ക് 1-2 തവണ ഇങ്ങനെ ഇതാക്കാനായിട്ട് പറ്റും. എന്നിട്ട് അക്രിലിക് പെയിൻറ്റ് നമ്മൾ ഒരു സ്പോഞ്ചിൽ എടുത്തിട്ട് ഈ ഇലയിൽ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് മുന്നേ ഈ സ്പോഞ്ചൊന്ന് ഞാൻ നനച്ച് പിഴിഞ്ഞിട്ടുണ്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആയിരിക്കണം, അപ്പോഴാണ് അത് കിട്ടുക. അപ്പോൾ നേരത്തെ ആ കറ പിടിച്ച പോലെയുള്ള ലീഫിൻ്റെ സ്റ്റെയിനുള്ള ഭാഗത്തൊക്കെ ഞാൻ ഈ ഇല വെച്ചിട്ട് ഇങ്ങനെ വേറൊരു ക്ലോത്ത് അതിന് മീതെ വെച്ചിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിങ്ങനെ പൊളിക്കുമ്പോൾ ഈ ഒരു ലീഫിൻ്റെ പാറ്റേണിൽ കളറ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സ്റ്റാമ്പിങ്ങിൽ അക്രിലിക് കളർ വെച്ചിട്ടുള്ള സ്റ്റാമ്പിങ്ങിൽ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ലീഫിൻ്റെ പാറ്റേൺ ഉണ്ടാവുമല്ലോ. നാച്ചുറലി ആ ഇലയിലുള്ള വെയിനിൻ്റെ പാറ്റേണും അതിൻ്റെ ടെക്സ്ചറൊക്കെയാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അച്ച് പോലെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ബൊട്ടാണിക്കൽ പ്രിൻറ്റിങ് അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ എക്കോ പ്രിൻറ്റിങ് എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ ആ ലീഫിൻ്റെയും പൂക്കളുടെയൊക്കെ കളറും കൂടി യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഡൈ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ആക്ച്വലി അത് നല്ല അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. കുറേ പേരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല രസമായിട്ട് കളേഴ്സ് വന്നതും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഞാൻ പഠിച്ചിട്ട് എന്തായാലും ഞാനത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കത് ഒന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ടീഷർട്ടിലൊക്കെ ഇങ്ങനെ സീനിയൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കളർ എങ്ങനെ നിലനിർത്താൻ പറ്റും, ഏതൊക്കെ കളർ യൂസ് ചെയ്താലാണ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുക എന്നുള്ളതൊക്കെ ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യും കേട്ടോ. ഇനി നമ്മളിതാ ഈ ഫ്ലവർ തന്നെ വീണ്ടും എടുത്തേക്കാണ്. ഈ ഫ്ലവർ നമുക്ക് കളറിൽ മുക്കിയിട്ട് അതും സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പക്ഷേ ഈ ഫ്ലവർ എഗെയിൻ ഈ ഒരു സ്റ്റാമ്പിങ്ങിന്, അതായത് ലീഫ് പ്രിൻറ്റിങ് അല്ലെങ്കിൽ ഫ്ലവർ സ്റ്റാമ്പിങ് യൂസിങ് അക്രിലിക് പെയിൻറ്റിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്ലവർ അല്ല. കാരണം ഇതിൻ്റെ ഇതൾ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഇതളാണ് കേട്ടോ. കുറച്ചൊരു കട്ടിയുള്ള ഇതളുള്ള പൂവൊക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ നാരങ്ങ, പൊട്ടാറ്റോ, വെണ്ടയ്ക്ക അതൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വെജിറ്റബിൾ പ്രിൻറ്റിങ്. ഇതിപ്പോൾ 1-2 പ്രാവശ്യം ആക്കുമ്പോഴത്തേക്കും ആ പൂവ് ചീത്തയായി പോകും കേട്ടോ. പിന്നെ അതിൻ്റെ പാറ്റേൺ അത്ര ഭംഗിയിൽ വരില്ല. ഇത് നമ്മുടെ കൈ മെസ്സാവാതെ ഇത് ചെയ്യാന്നുള്ളത് ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് കുറച്ച് ടാസ്ക്കാണ്. എനിവേ നമ്മൾ മുന്നേ ആ ഫ്ലവർ അടിച്ച് പിടിപ്പിച്ചിട്ട് അവിടെ കറയായിട്ടുള്ള, ഇപ്പോൾ കറയെന്ന് അതിന് പറയാൻ പറ്റുള്ളൂ, സ്റ്റെയിൻ ആയിട്ടുള്ള ഭാഗത്തൊക്കെ ഞാൻ ഈ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ഈ ഫ്ലവറിൻ്റെ പാറ്റേൺ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് പോണ ഒരു സംഗതിയല്ല, ഇത് നന്നായിട്ട് നിൽക്കും. നമ്മൾ മുന്നും ചെയ്യാറുള്ളതാണിത്. നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇത് ബാക്ക് സൈഡിൽ നിന്ന് അയൺ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാനത് രാവിലെ അവിടെ വെച്ച് പോയിട്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് അത് നോക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫാബ്രിക് പെയിൻറ്റിങ് ആണല്ലോ ഇത്. ഫാബ്രിക് പെയിൻ്റാണ് നമ്മൾ ഈ തുണിയിൽ ചെയ്തിട്ടുള്ളത് യൂസിങ് നാച്ചുറൽ ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്ന മെത്തേഡാണ്. നല്ല കളറും നല്ല പാറ്റേണും നല്ല ഐഡിയയും വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു നീല കളറേ ഉണ്ടായുള്ളൂ, വയലറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ബൊട്ടാണിക്കൽ പ്രിൻറ്റിങ്ങും ഈ ഒരു അക്രിലിക് കളർ വെച്ചിട്ടുള്ള വെജിറ്റബിൾ പ്രിൻറ്റിങ്ങും ലീഫ് പ്രിൻറ്റിങ്ങും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് അയൺ ചെയ്തു. ആ ഒരു ക്ലോത്തിൻ്റെ അരികു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കർച്ചീഫ് ആക്കിയിട്ട് മാറ്റി. അപ്പോൾ നിങ്ങൾ ഈ ഫ്ലവർ അല്ലെങ്കിൽ ലീഫ് സ്റ്റാമ്പിങ് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്തോളൂ കേട്ടോ. ബൊട്ടാണിക്കൽ പ്രിൻറ്റിങ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യാമെന്നുള്ളത് റിസർച്ച് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് അതിനെക്കുറിച്ച് വർക്ക് ചെയ്ത് എടുത്തിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.